ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? വീണ്ടും വീണ്ടും ഞാൻ തന്നെ. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് ഇത്ര ധൃതി പിടിച്ച് ഈ പാതിരാത്രി പോകുന്നതെന്നല്ലേ? ഞാൻ കുറച്ച് നാൾ പുറത്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇടേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. പക്ഷെ ഞാൻ അതങ്ങ് മറന്നുപോയി. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ വീഡിയോ എടുക്കത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആസ് എ യൂട്യൂബർ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം പിന്നെ എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ സമയവും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിരുന്നത് കൊണ്ട് ഞാനത് ലാപ്പിലേക്ക് മാറ്റി. പിന്നീട് ഇതിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇനി ഇപ്പോഴാണ് ഞാനതെടുത്ത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ അതിൻ്റെ കൂടെ ഇടാൻ വെച്ചിരുന്നതായിരുന്നു. പക്ഷേ അതങ്ങ് വിട്ടുപോയി. തൽക്കാലം ഇപ്പോൾ ഇരിക്കട്ടെ. പാതിരാത്രി തന്നെ ഏകദേശം 1 മണി എന്തോ കഴിഞ്ഞപ്പോഴായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് 6 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പം 3 മണിക്കൂർ മുന്നേ നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതനുസരിച്ച് അച്ഛനും ഞാനും അനിയനും മാമനും മാമൻ്റെ മക്കളും ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളൊരു കാറിൽ ഇങ്ങ് പോരുന്നു. അവരെന്നെ ഇവിടെ ടെർമിനലിൽ കൊണ്ടിറക്കിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ഞാൻ അവിടുന്ന് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട് അറിയാമല്ലോ, അവിടുന്ന് മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവർ തിരിച്ച് വീട്ടിൽ പോയി. എൻ്റെ ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ചെക്കിങ്ങിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് മുകളിൽ ഇമിഗ്രേഷനും സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇനി അവർ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കുറച്ച് വോയിസ് സംസാരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ആളുകളൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ വളരെ പതുക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ എൻ്റെ അടക്കം പറിച്ചാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു മണി 1:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് തന്നെയാണ് വന്ന് എയർപോർട്ട് 6 ആയ സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് കയറി ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും വലിയ സീനൊന്നും ഇല്ലായിരുന്നു. നമ്മളതും കഴിഞ്ഞ് അകത്തേക്ക് കയറി. അത് കഴിഞ്ഞ് ഇമിഗ്രേഷനും പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. സെക്യൂരിറ്റി ചെക്കും സെറ്റായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം വന്ന് നമ്മുടെ ഗേറ്റ് നമ്പറിൻ്റെ അടുത്തിരിക്കുകയാണ്. ഗേറ്റ് 3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ എയർപോർട്ടിൽ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും റേറ്റ് ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഒരു കട്ട്ലറ്റിന് 200 രൂപ, ഒരു സമൂസയ്ക്ക് 250 രൂപ, ഒരു വെള്ളം വാങ്ങിച്ചു 70 രൂപ. ബോർഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിളിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഞാൻ വലത് കാലെടുത്ത് വെച്ച് കയറുന്നത് എൻ്റെ ഒരു തുടക്കത്തിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ പേടിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചെക്കിൻ സമയത്ത് തന്നെ വിൻഡോ സീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അവർ പ്രൊവൈഡ് ചെയ്ത് തന്നു. നമുക്ക് ആക്ച്വലി 2 ഫ്ലൈറ്റ് കയറണം. ഒന്ന് ഇവിടുന്നും പിന്നെ ഇവിടുന്ന് ചെന്നിട്ട് അബുദാബി നിന്നാണ് നമുക്ക് ബഹ്റൈനിൽ പോകേണ്ടത്. അപ്പം രണ്ടും നമുക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ സീറ്റിനകത്ത് അവർ നമുക്ക് ഇതിൻ്റെ ബ്രൗഷറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലുള്ള സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യങ്ങളും. പിന്നെ അല്ലാണ്ട് തന്നെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് കുറച്ച് എനിക്കൊന്ന് സ്കൈ ടൈം എന്ന് പറയുന്നത് അവരുടെ ഒരു സൈറ്റ് എന്തോ ആണ്. അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മൾ വൈഫൈ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് കാണേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മുടെ ക്യാപ്റ്റൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു വൈഫൈ കണക്ട് ചെയ്യാം, അതിനുശേഷം സ്കൈ ടൈം എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്കൈ ടൈമിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബുക്കായിരുന്നു ആക്ച്വലി അത്. അപ്പോൾ ഡെമോൺസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റ് പതിയെ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പം എൻ്റെ മൈൻഡ് എന്താണ്, വണ്ടി ഇപ്പോൾ എടുക്കും, ഇപ്പോൾ പറക്കും എന്നാണ്. പക്ഷേ ഇത് പതിയെ ഉരുട്ടി മറ്റേ റൺവേയിൽ കൊണ്ടുവച്ച് അങ്ങ് ചെന്ന് അവിടുന്ന് റിവേഴ്സ് എടുത്ത് വളച്ച് എടുത്ത് പറന്ന് പൊങ്ങണം. ഇത്രയും സംഭവം അവിടെ നടക്കും. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, അത് ആദ്യമേ പതുക്കെ ഇങ്ങനെ വന്നിട്ട് പിന്നീട് നമ്മളെ ഈ ഒരു ബാക്കിലോട്ടങ്ങ് വലിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പതിയെ പൊങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ പുറത്തെ വിൻഡോയിലോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് ഞാൻ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ വലിയ ഒരു എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നെങ്കിൽ കൂടിയും ഞാൻ അത് കണ്ട സമയത്ത് എനിക്കത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാവിലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ
ഫ്ലൈറ്റ് പൊങ്ങി ആകാശത്ത് മേഘങ്ങളുടെ ഇടയിലൂടെ മുകളിലോട്ട് പൊങ്ങുന്ന സമയത്ത് ആ ഒരു സൂര്യ വെളിച്ചവും ആ ഒരു ഹൊറൈസണിൽ കാണുന്ന ആ ഒരു കളറിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മേഘത്തിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ അത് കിടിലായിരുന്നേ. താഴോട്ട് നോക്കുന്ന സമയത്ത് മൊത്തം ഐസ് മൂടിയ സ്ഥലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന പോലെ തോന്നുന്നത്. പക്ഷെ അത് ശരിക്കും മേഘം ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ പറന്നു പോകുന്ന അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് വലിയൊരു സംഭവമായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ GCC കൺട്രീസ്, എനിക്കൊന്ന് ഏതോ ഒരു കുവൈറ്റാണോ അറിയില്ല, മുകളിലൂടെ പറന്നു പോയപ്പോഴത്തേക്കും പിന്നെ മരുഭൂമിയായി, കളർ ഗ്രേഡിയൻറ്റ് തന്നെ മാറി, മൊത്തത്തിൽ ഫുള്ള് മഞ്ഞയായി, അവിടുത്തെ ബിൽഡിങ്ങുകളും ഒക്കെ കണ്ടു തുടങ്ങി. അതിനുശേഷം നമ്മൾ അബുദാബി എയർപോർട്ടിലേക്ക് വന്ന് ലാൻഡ് ചെയ്യാൻ തുടങ്ങി. ഉള്ള പറയാലോ, ഇവരുടെ ടേക്ക് ഓഫ് ആയാലും ലാൻഡ് ചെയ്തതായാലും ഒക്കെ നല്ല സ്മൂത്തായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല സുഖമായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ആ ഒരു എയർപോർട്ടിൻ്റെ വലിപ്പമാണ്. അങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്, ഏക്കേഴ്സ്. ഇപ്പം ഈ ഇത്രയും ഫ്ലൈറ്റ്സ് തന്നെ നിരന്ന് കിടക്കുന്നുണ്ടോ, ഈ എത്തിഹാഡിൻ്റെയാണ് ഇത് മൊത്തം. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ ഓരോ കമ്പനിക്കും ഓരോ സെപ്പറേറ്റ് സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ എയർ അറേബ്യയുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ആ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഇവിടെ വേറെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഫ്ലൈറ്റ് മാറി കയറണം എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ലഗേജ് മാറ്റുന്നതിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇറങ്ങുന്നതിൻ്റെ കുറച്ച് ഡിലേ ഉള്ളതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിലേക്ക് കയറി. ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്തെ ഗേറ്റിലോട്ട് പോകണമെങ്കിൽ ഒരു ഓട്ടോ എങ്കിലും വിളിക്കണം, അമ്മാതിരി ദൂരമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കി നമ്മൾ ഓരോ ഗേറ്റ് നോക്കി പോകണം, എങ്ങോട്ടൊക്കെയാണ് ചെല്ലേണ്ടത് അറിയത്തില്ലല്ലോ. പിന്നെ ഈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊന്ന് എക്സൈറ്റ്മെൻറ്റ് കിട്ടിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടോം ക്രൂസ് അണ്ണൻ മിഷൻ ഇമ്പോസിബിളിൽ കിടന്ന് ഓടുന്നത് ഈ എയർപോർട്ടിൻ്റെ മണ്ണിൽ കൂടെ. അപ്പോൾ അബുദാബി എന്നുള്ള നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ നമ്മൾ കയറാൻ പോവാണ്. വിളിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ നടക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ടേക്കുള്ള അബുദാബിയിലോട്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു, 5ാമത്തെ റോയിലായിരുന്നു. ഇപ്പം അടുത്തതിനകത്ത് ഏറ്റവും ലാസ്റ്റ് റോയിലാണ്. അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലും എനിക്ക് വിൻഡോ സീറ്റ് തന്നെയായിരുന്നു. പഴയ ആ ഫ്ലൈറ്റിൻ്റെ അതേ സെയിം സിസ്റ്റം തന്നെയായിരുന്നു ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടുന്ന് പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ മാത്രമുള്ളതാണ്, എനിക്ക് കിടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഇതിൽ. അതേപോലെ മറ്റേ ഫ്ലൈറ്റിനകത്തും കണ്ട പോലെയുള്ള ആ ഒരു ബ്രൗഷറും പിന്നെ സ്കൈ ടൈമിൻ്റെ ബുക്കും ഒക്കെ ആയിരുന്നു ഇതിനകത്തുള്ളത്. പക്ഷേ അതിനകത്ത് കയറിയ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ കയറി എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഈ ബുക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ചുമ്മാ എടുത്ത് നോക്കിയത് മാത്രമേ ഉള്ളായിരുന്നു, ഫസ്റ്റ് ടൈം അല്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, ഏതൊക്കെ ഫുഡുണ്ട് ഇവർക്ക് ഫ്ലൈറ്റിൽ, അതേപോലെ തന്നെ ഏതൊക്കെ ഷോസ് ഉണ്ട് ബുക്കിൽ നമുക്ക്, അതായത് ആ കാണുന്ന സൈറ്റിനകത്ത് ഏതൊക്കെ ഷോസ് ഉണ്ട്. ഹിന്ദി, മലയാളം, ഫാലിമി മൂവിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതെങ്ങനെ എടുക്കണമെന്ന് മാത്രം അറിയത്തില്ലായിരുന്നു. ഈ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ, എനിക്ക് 2 തരത്തിലുള്ള എക്സ്പീരിയൻസും കിട്ടുമെന്ന്. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കും. ആ ഫ്ലൈറ്റ് എത്രത്തോളം പൊങ്ങുന്നുണ്ടെന്ന് നമുക്ക്, ഞാൻ ഏറ്റവും ബാക്കിലിരിക്കുന്നതുകൊണ്ട് തന്നെ മലന്ന് കിടന്നിട്ടാണ് ഞാൻ പോയത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളും അതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ നോക്കി നല്ല രസമാണ്. അതിൻ്റെ ചില ബിൽഡിങ്ങിൻ്റെയൊക്കെ ഷേപ്പ് കാണണം. നമ്മൾ മറ്റേ ലെഗോയിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഫ്ലൈറ്റ് കടലിൻ്റെ മുകളിലൂടെ പോകുന്ന സമയത്തെല്ലാം താഴെ ഒരു ചെറിയ തുരുത്തല്ല ചെറിയ ചെറിയ ഐലൻഡ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഫാക്ടറീസൊക്കെ കാണുമായിരിക്കും, ഈ ഓയിൽ റിഗിങ്ങിൻ്റെയൊക്കെ. അതേപോലെ തന്നെ ദൂരെ ഒരുപാട് ബോട്ടുകൾ, കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതും ഇതുപോലുള്ള ഓയിൽ റിഗിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. പിന്നെ ഈ ബഹ്റൈൻ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ 4 ചുറ്റും ഇതുപോലുള്ള പോർട്ടുകളും ഒക്കെ ഉണ്ട്.
അതേപോലെ ഞാൻ ഒരേ സമയം പാനിക്കും എന്ന എക്സൈറ്റഡും ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇപ്പം ഈ ഫ്ലൈറ്റ് നല്ല രീതിയിൽ ആടി ഉലഞ്ഞായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിങ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് ഈ ടർബുലൻസ് ആണോ അതോ ഇനി ലാൻഡ് ചെയ്യാൻ പോകുന്നതിപ്പോൾ ഇങ്ങനെ തന്നെയാണോ എനിക്കറിയത്തില്ല. കാരണം അബുദാബിയിൽ ഇറങ്ങിയപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ചിലപ്പോൾ കുടുംബം രക്ഷപ്പെടുമെന്ന്. കാരണം അതുപോലെ ഫ്ലൈറ്റ് കിടന്ന് ആടി ഉലഞ്ഞാണ് എങ്ങനെയോ അത് കൊണ്ട് ചെന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സീറ്റ് ഇതായിരുന്നു. ഇവിടുന്ന് ഏറ്റവും ലാസ്റ്റ് അവസാനം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അവസാനം ഞാനായതുകൊണ്ട് തന്നെ അവസാനം ഇറങ്ങുന്നത് ഞാൻ തന്നെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ശരിക്കും പറഞ്ഞാൽ വേറൊരു കൺട്രിയിലേക്ക് ഒന്നും അറിയാണ്ട് വന്ന് ഇറങ്ങുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ലാസ്റ്റ് 2 ക്ലിപ്പിൽ നിങ്ങൾ കേട്ട ഒരു വോയിസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ വന്നിറങ്ങിയിട്ട് പിന്നീട് എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് ഞാനിപ്പം വീണ്ടും തിരിച്ച് നാട്ടിൽ വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എന്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുത്തു എന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മൊത്തത്തിൽ എൻ്റെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇതൊരു തുടക്കം മാത്രം.